നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഭഗവാന് ഇന്ന് ഇരുട്ടത്തിന് മുൻപ് എനിക്ക് എന്റെ മോനെ കണ്ടെത്തി തരണേ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. എത്ര മറക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സങ്കടം വരും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം ഇത്രയും, എന്നിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് നീ എവിടെ ഉണ്ടെന്നൊന്ന് വിളിച്ചു ചോദിക്കാൻ തോന്നി? അമ്മ, ചേട്ടൻ, ആൻറ്റി, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ചോദിച്ചില്ലല്ലോ. അത് ഓർക്കുമ്പോൾ വിഷമം തോന്നുക. ആഹാ, കൊള്ളാലോ. അവരാരെങ്കിലും വിളിച്ച് മോനെ തിരിച്ചു പാടാന്ന് പറഞ്ഞ ഇവ എന്നെ കളഞ്ഞിട്ട് പോകുന്ന ലക്ഷണമാണല്ലോ. നീ എന്തൊന്നും പറയാത്തത്? അല്ല, കുഞ്ഞകൊള്ളി പുറത്തുനിന്ന് അവർ തീരുമാനിച്ചു കാണും. വിട്ടുകള. ഇനിയിപ്പോ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. എല്ലാം തിരിച്ചു പിടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. നീ ഇപ്പൊ എവിടാ? ഈശ്വരമംഗലത്തേക്ക് പോയോ? അതെന്തായാലും നന്നായി. ഈശ്വരമംഗലത്തേക്ക് അങ്ങ് ചെന്നു കൊടുത്താലും മതി. അവരിപ്പൊ തന്നെ കയറ്റും. പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോയത്? ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്തോ? കൊട്ടാരം കണക്കുള്ള ഒരു വീട് ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ ഞങ്ങളെന്തിനു ഹോട്ടലിൽ പോയി മുറി എടുക്കണം? കൊട്ടാരം കണക്കുള്ള വീടോ? നീ എന്താ ഈ പറയുന്നത്? ആരുടെ വീടാ? ഞങ്ങളിപ്പോ CKC അങ്കിളുടെ വീട്ടിലാ ഉള്ളത്. അങ്കിൾ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. CKCയുടെ വീട്ടിലോ? പ്രണവും നീയും CKC ഒക്കെ തമ്മിൽ പിണക്കമല്ലായിരുന്നോ? ഓ പിന്നെ, പിണങ്ങിയിരുന്നാലേ കടത്തിന്റെ കടക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കില്ല, നേരെ CKC അങ്കിളുടെ വീട്ടിലേക്ക് പോന്നു. എന്തായാലും CKCയുടെ വീട്ടിലേക്ക് പോണ്ടായിരുന്നു. അതറിഞ്ഞ ആ പാർവതിക്കും ഗൗതമിനും ഒക്കെ ദേഷ്യം കൂടില്ലേ? അമ്മ, തൽക്കാലം ഇതല്ലാതെ വേറെ വഴിയില്ല. എന്നായാലും ഈശ്വരമംഗലത്തേക്ക് തിരികെ പോവും. ഇപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രമെന്ന് കരുതിയാ മതി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടെ പോയി താമസിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. 1 മാസത്തെ സമയം തരും. അതിനുള്ളിൽ നീ ഈശ്വരമംഗലത്ത് തിരികെ കയറിക്കോണം. കഞ്ഞിങ്ങ് കുടിക്കമ്മേ. മോനെ, എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഒരു രൂപമില്ല. ആ ബാങ്ക് മാനേജർ അതിനെ കുറിച്ച് അന്വേഷിച്ചില്ലേ? പുള്ളി ബാങ്കിൽ പോയി തന്നെ ഡീറ്റെയിൽസ് എടുത്തു. പ്രണവ് ആകെപ്പാടെ ആ കാർഡ് ഉപയോഗിച്ചിരിക്കുന്നത് ബാറിൽ നിന്ന് കള്ളു കുടിക്കാനും ടെക്സ്റ്റൈൽസിൽ നിന്ന് ഡ്രസ്സ് വാങ്ങാനുമാണ്. വേറെ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഒരു ഹോട്ടലിലൊന്നും അല്ല റൂം എടുത്തിരിക്കുന്നതെന്ന് ഉറപ്പായി. ആരാ മോളെ വിളിക്കുന്നത്? പ്രണവാണോ നോക്കി? അമ്മാവനെ വിളിക്കുന്നത്. വേഗം അറ്റൻഡ് ചെയ്ത് സ്പീക്കർ ഫോണിലിടും. ഹലോ അമ്മാവ. മോളെ, ശിവാനിയുടെയും പ്രണവിന്റെയും ഒരു കാര്യം ഞാൻ അറിഞ്ഞു. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ നിങ്ങളെ എന്താ അറിഞ്ഞത്? അവര് എവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. എവിടെയാ അവരുള്ളത്? അവരിപ്പോ CK ചന്ദ്രബോസിന്റെ വീട്ടിലാണ്. ശിവാനി രേണുകയെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു.